യോഗം കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. 2024 ദൈവം നിയോഗം കൈമാറുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ തടസ്സം നിന്നെങ്കിൽ 2024 ഒരുത്തനും തടസ്സം നിൽക്കാതെ വണ്ണം നിയോഗിച്ചയക്കുന്ന ഒരയക്കലുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റ മനുഷ്യൻ പോലും നിന്നില്ല. കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. സ്തോത്രം. ആകാശത്തിന്റെ കിളിവാതിലുകൾ അടച്ചു. കൊട്ടാരത്തിൽ നിന്ന് രാജകീയമായിട്ടാണ് ഇറങ്ങി വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങൾ ചിന്തിക്കും, നല്ലൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്ന് 60-70 പേര് രക്ഷിക്കപ്പെട്ടു, കുറച്ച് രോഗികളെ സൗഖ്യമായി വന്നു കഴിഞ്ഞാൽ സംതിങ് ഹാപ്പൻഡ് എന്നൊക്കെ. സ്തോത്രം. അടച്ചു കെട്ടി പൂട്ടിക്കെട്ടി പോയിരിക്കടാന്ന് പറഞ്ഞു. സ്തോത്രം. വീട്ടിൽ പോലും കയറ്റിയില്ല എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കി. എന്നാ ഒരു ദൈവമല്ലേ. ശുശ്രൂഷകൾക്കുള്ളൊരു പാഠമാണത്. സ്തോത്രം. ഒന്നും പ്രശംസിപ്പാനില്ല, ഒന്നും പ്രശംസിപ്പാനില്ല. സ്തോത്രം. അത് നിന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ ഏലിയാവിനെ തോട്ടരിയെ കൊണ്ടിട്ടു. ഒന്ന് ആലോചിച്ചു നോക്കി. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഏലിയാവിന് ഒരു കാര്യം അറിയാം, എന്നെ ഇനിയും ദൈവത്തിന് പഠിപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ. ഏലിയാവ് എന്ത് ചെയ്തു? മറഞ്ഞിരുന്നു, ദൈവത്തിൽ മറഞ്ഞിരുന്നു. സ്തോത്രം. 3.5 വർഷക്കാലം ദേശത്ത് മുഴുവൻ ക്ഷാമമുള്ളപ്പോൾ രാജകീയ ഭക്ഷണം കഴിച്ച് ജീവിക്കത്തക്കവണ്ണം മറഞ്ഞിരുന്നവനെ സഹായിച്ച ഒരു ദൈവമുണ്ട്. അവന്റെ അന്നം മൂട്ടിപ്പോകാൻ ദൈവം സമ്മതിച്ചില്ല. ദേശത്ത് സകലിടത്തും വരൾച്ച സംഭവിച്ചപ്പോൾ, ഭക്ഷണത്തിന് സ്തോത്രം ക്ഷാമം വന്നപ്പോൾ ഏലിയാവിന് ക്ഷാമം വന്നില്ല. ഏലിയാവിന് ക്ഷാമം വന്നില്ല. ഏലിയാവിന് ക്ഷാമം വരാതെ വണ്ണം മറഞ്ഞിരിക്കുന്നവനെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവ പൈതലെ സ്തോത്രം, മറഞ്ഞിരുന്നു. ദൈവം സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുന്ന ദൈവമാണ്.